അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുങ്ങുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്ക് ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രിമാരായ കെ രാജനും കെ ശശീന്ദ്രനും അറിയിച്ചു. ഇരുവരും കഴിഞ്ഞ ദിവസം മൃഗശാല സന്ദർശിച്ചിരുന്നു. 6 ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ ആഴ്ചയും നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകം ഷെഡ്യൂൾ തയ്യാറാക്കാനും മാസത്തിൽ ഒരു തവണ സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം നടത്താനും നിർദ്ദേശിച്ചതായി വനം മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇവിടെ കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികൾക്ക് സുരക്ഷിതമായി തങ്ങാനാവുന്ന ആവാസ വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് 2025 മാർച്ചോടുകൂടി ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നോഡൽ ഓഫീസർ ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ഡൗൺ. ഇന്ന് ഞങ്ങളിവിടെ യോഗം ചേരുന്നുണ്ട്. ഓരോ ആഴ്ചയും ഓരോ മാസവും എന്തൊക്കെ ജോലികളാണ് പൂർത്തിയാക്കേണ്ടതെന്ന് സംബന്ധിച്ച ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ആ ഷെഡ്യൂളിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ മാസത്തിലൊരിക്കൽ സൗകര്യമുള്ള ദിവസം ഞാനും വരും. പക്ഷേ മാസത്തിലൊരിക്കൽ അത് നടന്നിരിക്കണം. എൻ്റെ സൗകര്യം നോക്കിയല്ല. മന്ത്രി കൂടി ഉണ്ടാകുന്നത് നല്ലതാണെങ്കിലും കാര്യത്തിനൊരു ഭംഗം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നിശ്ചയിക്കുന്ന രീതിയിൽ ഞാനുണ്ടെങ്കിൽ ഞാനും പങ്കെടുക്കും. പക്ഷേ നിർബന്ധമായും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ അവലോകന യോഗങ്ങൾ നടക്കും. നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും പൂർണ്ണ തോതിലുള്ള പാർക്കിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 11 ആവാസ കേന്ദ്രങ്ങളിൽ 6 എണ്ണവും പൂർത്തിയായി. രാജ്യത്തെ മറ്റു മൃഗശാലകളിൽ നിന്നും തിരുവനന്തപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പക്ഷിമൃഗാദികളെ പുത്തൂരിലേക്ക് കൊണ്ടുവരുന്നത് മെയ് മാസത്തിലും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ളവയെ എത്തിക്കുന്ന നടപടികൾ ഓഗസ്റ്റിനുള്ളിലും നടക്കും. തൃശൂർ മൃഗശാലയിലെ 191 മാനുകളിൽ 60 എണ്ണത്തിനെ സുവോളജിക്കൽ പാർക്കിൽ പാർപ്പിച്ച ശേഷം ബാക്കിയുള്ളവയെ റിസർവ് വനത്തിൽ തുറന്നുവിടാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ ഈ മാനുകൾ വനത്തിൽ ജീവിക്കാൻ പ്രാപ്തരല്ലാത്ത സാഹചര്യത്തിൽ മാൻ സഫാരി പാർക്ക് കൂടി പുത്തൂരിൽ സ്ഥാപിക്കും. പൂർണ്ണമായി സോളാറിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായിരിക്കും പുത്തൂരിലേതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിൻ്റെ ആവാസ ഇടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി 2025 സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി 2025 മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണ്ണമാക്കി നമുക്ക് 2025 തന്നെ, ഞാനൊരു കൃത്യമായ തീയതി പറയുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായി 2025 തന്നെ സകല സംവിധാനങ്ങളോടും കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. എല്ലാ വിധത്തിലുള്ള കാടിൻ്റെ സൗരഭ്യവും പാരമ്പര്യവും അതിൻ്റെ കുളിർമയും നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഡ്രാമുകൾ, അവിടെ സഞ്ചരിക്കാൻ ഇപ്പോൾ മിനി ബസ് തന്നെ പോകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി. പ്രായമായ ആളുകൾക്ക് കൂടി കാണാൻ, ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്കുമൊക്കെ സുവോളജിക്കൽ പാർക്കിൻ്റെ അനുഭവങ്ങൾ കാണാൻ അവർക്ക് കൂടി അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ടായിരിക്കും നമ്മുടെ സൗകര്യം ഒരുക്കുക. ആ വിധത്തിൽ ശ്രദ്ധേയമായ ഒരു പരിപാടിയിലേക്ക് കിടക്കും.